ജെകെആർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള റാങ്ക് ഫയൽ ലഭ്യമാണ്. റാങ്ക് ഫയൽ PDF ആയിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ള. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. ഏറ്റവും പുതിയ സിലബസ്, ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും സ്പെഷ്യൽ ടോപ്പിക്സ് പ്രത്യേകമായിട്ടും ഉൾപ്പെടുത്തിയാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ള. പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ എല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിന്റെ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം തന്നെ പ്ലേലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സുകളും കൃത്യമായിട്ട് തന്നെ നിങ്ങൾ കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. ഓക്സിജൻ അടങ്ങിയ ശുദ്ധമായ രക്തം ഹൃദയത്തിൽ നിന്ന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ആരാണ്? ഓക്സിജൻ അടങ്ങിയ ശുദ്ധമായ രക്തം ഹൃദയത്തിൽ നിന്ന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ആരാണ്? 4 ഓപ്ഷൻസ് താഴെ തന്നിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ധമനികളാണല്ലേ. ധമനികളാണ് ഹൃദയത്തിൽ നിന്ന് ഓക്സിജൻ അടങ്ങിയ ശുദ്ധമായ രക്തം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. സിരകള് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ രക്തം ഹൃദയത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നു. അപ്പോൾ ഏതാണ് ശരി ഉത്തരം? ധമനികൾ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. മനുഷ്യ ശരീരത്തിൽ ആകെ എത്ര അസ്ഥികളുണ്ട്? മനുഷ്യ ശരീരത്തിൽ ആകെ എത്ര അസ്ഥികളുണ്ട്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. കണ്ടുപിടിച്ചോ? ഏതാണ്? 206 ആണല്ലേ. ഒരു പൂർണ്ണ വളർച്ചയെത്തിയ മനുഷ്യ ശരീരത്തിൽ ഏകദേശം 206 അസ്ഥികളുണ്ട്. കുഞ്ഞുങ്ങളിൽ ഇത് കൂടുതലായിരിക്കും. പിന്നീട് ചില അസ്ഥികൾ കൂടിച്ചേർന്ന് എണ്ണം കുറയുന്നു. അപ്പോൾ മനുഷ്യ ശരീരത്തിൽ ആകെ എത്ര അസ്ഥികളുണ്ട്? 206. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. തലയോട്ടിയിലെ അസ്ഥികളെ ഒരുമിച്ച് ചേർത്ത് നിർത്തുന്നത് എന്താണ്? തലയോട്ടിയിലെ അസ്ഥികളെ ഒരുമിച്ച് ചേർത്ത് നിർത്തുന്നത് എന്താണ്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? തലയോട്ടിയിലെ അസ്ഥികളെ ഒരുമിച്ച് ചേർത്ത് നിർത്തുന്നത് എന്താണ്? കണ്ടുപിടിച്ചോ? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണല്ലേ. സ്യൂച്ചറുകൾ. സ്യൂച്ചറുകൾ. തലയോട്ടിയിലെ അസ്ഥികൾ പരസ്പരം ദൃഢമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഈ ബന്ധനങ്ങളെ സ്യൂച്ചറുകൾ എന്ന് വിളിക്കുന്നു. ഇത് തലച്ചോറിന് സംരക്ഷണം നൽകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. അസ്ഥികളെ പേശികളുമായി ബന്ധിപ്പിക്കുന്നത് ആരാണ്? അസ്ഥികളെ പേശികളുമായി ബന്ധിപ്പിക്കുന്നത് ആരാണ്? 4 ഓപ്ഷൻസ് താഴെ തന്നിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ടെൻഡണുകളാണല്ലേ. ടെൻഡണുകൾ. ടെൻഡണുകളാണ് അസ്ഥികളെ പേശികളുമായി ബന്ധിപ്പിക്കുന്നത്. ഇത് പേശികളുടെ ചലനം അസ്ഥികളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നു. ലിഗമെന്റുകൾ അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്നു. അപ്പോൾ അസ്ഥികളെ പേശികളുമായി ബന്ധിപ്പിക്കുന്ന ആരാണ്? ടെൻഡണുകൾ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ശ്വാസകോശത്തിലെ വായു അറകൾക്ക് പറയുന്ന പേരെന്താണ്? ശ്വാസകോശത്തിലെ വായു അറകൾക്ക് പറയുന്ന പേരെന്താണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? പെട്ടെന്ന് ആലോചിച്ച് കണ്ടുപിടിച്ചേ. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? അൽവിയോളെ. അൽവിയോളെ ആണ് ശരി ഉത്തരം. അൽവിയോളെ എന്നത് ശ്വാസകോശത്തിലെ ചെറിയ വായു അറകളാണ്. ഇവിടെ വച്ചാണ് രക്തവും വായുവും തമ്മിൽ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയുടെ കൈമാറ്റം നടക്കുന്നത്. ശ്വാസകോശത്തിലെ വായു അറകൾക്ക് പറയുന്ന പേരാണ് എന്താണ്? അൽവിയോളൈ. അൽവിയോളൈ. ഓർത്തിരിക്കണം കേട്ടോ. അൽവിയോളൈ എന്നത് ശ്വാസകോശത്തിലെ ചെറിയ വായു അറകളാണ്. ഇവിടെ വച്ചാണ് രക്തവും വായുവും തമ്മിൽ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയുടെ കൈമാറ്റം നടക്കുന്നത്. പ്രത്യേകം ഓർത്തിരിക്കണം. ധാരാളം പരീക്ഷകളിൽ വന്നിട്ടുള്ള ചോദ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ശ്വാസനാളത്തിന്റെ ഭിത്തിയിലുള്ള ചെറിയ രോമങ്ങൾ പോലുള്ള ഘടനകൾക്ക് പറയുന്ന പേരെന്താണ്? ഇവയുടെ പ്രധാന ധർമ്മം എന്താണ്? ശ്വാസനാളത്തിന്റെ ഭിത്തിയിലുള്ള ചെറിയ രോമങ്ങൾ പോലുള്ള ഘടനകൾക്ക് പറയുന്ന പേരെന്താണ്? ഇവയുടെ പ്രധാന ധർമ്മം എന്താണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. സിലിയ. ശ്ലേഷ്മത്തെയും മാലിന്യങ്ങളെയും പുറത്തേക്ക് തള്ളുക. ശ്വാസനാളത്തിന്റെ ഭിത്തിയിൽ കാണുന്ന ചെറിയ രോമങ്ങൾ പോലുള്ള ഘടനകളാണ്
സിലിയ എന്ന് പറയുന്നത്. ഇവ ശ്ലേഷ്മത്തെയും അതിലുള്ള പൊടിപടലങ്ങളെയും മറ്റു മാലിന്യങ്ങളെയും മുകളിലേക്ക് തള്ളി വായുവിലൂടെ പുറന്തള്ളാൻ സഹായിക്കുന്നു. അപ്പോൾ ഇവിടെ ശരി ഉത്തരം ഏതാണ്? സിലിയ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൃദയത്തിന്റെ ഏതറയാണ് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഓക്സിജൻ അടങ്ങിയ രക്തം പമ്പ് ചെയ്യുന്നത്? ഹൃദയത്തിന്റെ ഏതറയാണ് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഓക്സിജൻ അടങ്ങിയ രക്തം പമ്പ് ചെയ്യുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, ഇടത് വെൻട്രിക്കിൾ. ഇടത് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഇടത് വെൻട്രിക്കിൾ ശക്തമായി സങ്കോചിച്ച് ഓക്സിജൻ അടങ്ങിയ ശുദ്ധമായ രക്തം അയോട്ടിയിലൂടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പമ്പ് ചെയ്യുന്നു. അപ്പോൾ ഹൃദയത്തിന്റെ ഏതറയാണ് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഓക്സിജൻ അടങ്ങിയ രക്തം പമ്പ് ചെയ്യുന്നത്? ഇടത് വെൻട്രിക്കിൾ. വളരെ പ്രധാനപ്പെട്ടതാണ്, ഓർത്തിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, രക്തത്തിലെ ഓക്സിജൻ കാരിയർ എന്നറിയപ്പെടുന്നത് എന്താണ്? രക്തത്തിലെ ഓക്സിജൻ കാരിയർ എന്നറിയപ്പെടുന്നത് എന്താണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, ചുവന്ന രക്താണുക്കള്, റെഡ് ബ്ലഡ് സെൽസ്. അതായത് ചുവന്ന രക്താണുക്കളിലെ ഹീമോഗ്ലോബിൻ എന്ന പ്രോട്ടീനാണ് ഓക്സിജനെ ബന്ധിപ്പിച്ച് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ രക്തത്തിലെ ഓക്സിജൻ കാരിയർ എന്നറിയപ്പെടുന്നത് ചുവന്ന രക്താണുക്കളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നട്ടെല്ലിലെ കശേരുകൾക്കിടയിൽ കാണുന്ന തരുണാസ്ഥി ഡിസ്കുകളുടെ പ്രധാന ധർമ്മം എന്താണ്? നട്ടെല്ലിലെ കശേരുകൾക്കിടയിൽ കാണുന്ന തരുണാസ്ഥി ഡിസ്കുകളുടെ പ്രധാന ധർമ്മം എന്താണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, കണ്ടുപിടിച്ചോ ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, ആഘാതം വലിച്ചെടുക്കുക. കശേരുകൾക്കിടയിലെ തരുണാസ്ഥി ഡിസ്കുകൾ ഒരു കുഷ്യൻ പോലെ പ്രവർത്തിച്ച് നട്ടെല്ലിന് വഴക്കം നൽകുകയും നടക്കുന്നതിനും ചാടുന്നതിനും പോലുള്ള പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന ആഘാതം വലിച്ചെടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ നട്ടെല്ലിലെ കശേരുകൾക്കിടയിൽ കാണുന്ന തരുണാസ്ഥി ഡിസ്കുകളുടെ പ്രധാന ധർമ്മം ആണ് ആഘാതം വലിച്ചെടുക്കുക എന്ന ഷോക്ക് അബ്സോർപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു നീണ്ട അസ്ഥിക്ക് ഉദാഹരണം? താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു നീണ്ട അസ്ഥിക്ക് ഉദാഹരണം? താഴെ 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ടല്ലേ, അതിൻ്റെ അകത്ത് ഏതാണ് ഒരു നീണ്ട അസ്ഥിക്ക് ഉദാഹരണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലോങ് ബോൺ. അതിന് ഉദാഹരണം ഏതാണ്? കണ്ടുപിടിച്ചോ ഏതാണ് ശരി ഉത്തരം? തുടയല്ല് അല്ലേ, തുടയല്ലാണ് അല്ലേ. നീണ്ട അസ്ഥികൾക്ക് നീളം കൂടുതലും വീതി കുറവുമായിരിക്കും. തുടയല്ല്, അതായത് തുടയിലെ അസ്ഥി, കൈകാലുകളിലെ മറ്റ് അസ്ഥികൾ എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ്. വാരിയല്ല് പരന്ന അസ്ഥിയാണ്. തലയോട്ടിയിലെ അസ്ഥികൾ ക്രമരഹിതമായ ആകൃതിയുള്ള അസ്ഥികളാണ്. കശേരുക്കൾക്ക് ക്രമരഹിതമായ ആകൃതിയാണ് ഉള്ളത്. അപ്പോൾ ഒരു നീണ്ട അസ്ഥിക്ക് ഉദാഹരണമാണ് തുടയല്ല്. അടുത്ത ക്വസ്റ്റ്യൻ, ശ്വാസകോശത്തിലെ അൽവിയോളയെയും രക്തത്തിലെ കാപ്പില്ലറികളും തമ്മിൽ നടക്കുന്ന പ്രധാന പ്രക്രിയ എന്താണ്? ശ്വാസകോശത്തിലെ അൽവിയോളയെയും രക്തത്തിലെ കാപ്പില്ലറികളും തമ്മിൽ നടക്കുന്ന പ്രധാന പ്രക്രിയ എന്താണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, വാതകങ്ങളുടെ കൈമാറ്റം, ഗ്യാസ് എക്സ്ചേഞ്ച്. അൽവിയോളയിലെ വായുവിൽ നിന്ന് ഓക്സിജൻ രക്തത്തിലേക്ക് പ്രവേശിക്കുകയും രക്തത്തിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് അൽവിയോളയിലേക്ക് പോകുകയും ചെയ്യുന്നു. ഈ പ്രക്രിയയാണ് വാതകങ്ങളുടെ കൈമാറ്റം. അപ്പോൾ ശ്വാസകോശത്തിലെ അൽവിയോളയും രക്തത്തിലെ കാപ്പില്ലറികളും തമ്മിൽ നടക്കുന്ന പ്രധാന പ്രക്രിയയാണ് വാതകങ്ങളുടെ കൈമാറ്റം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൃദയപേശികൾക്ക് രക്തം നൽകുന്ന രക്തക്കുഴലുകൾക്ക് പറയുന്ന പേരെന്താണ്? ഹൃദയപേശികൾക്ക് രക്തം നൽകുന്ന രക്തക്കുഴലുകൾക്ക് പറയുന്ന പേരെന്താണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ് ശരി ഉത്തരം? ഹൃദയപേശികൾക്ക് രക്തം നൽകുന്ന രക്തക്കുഴലുകൾക്ക് പറയുന്ന പേരെന്താണ്? എന്താണ്?
കൊറോണറി ആർട്ടിക്കിൾ അല്ലെ, കൊറോണറി ആർട്ടിക്കിൾ. ഹൃദയപേശികൾക്ക് ആവശ്യമായ ഓക്സിജനും പോഷകങ്ങളും നൽകുന്നത് കൊറോണറി ആർട്ടിക്കിളാണ്, ആർട്ടറികളാണ്. ഈ ധമനികളിൽ ഉണ്ടാകുന്ന തടസ്സമാണ് ഹൃദയാഘാതത്തിന് പ്രധാന കാരണം. അപ്പോൾ ഹൃദയപേശികൾക്ക് രക്തം നൽകുന്ന രക്തക്കുഴലുകൾ പറയുന്ന പേരാണ് എന്ത്? കൊറോണറി ആർട്ടറികൾ, കൊറോണറി ആർട്ടറീസ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് അസ്ഥികളുടെ പ്രധാന ധർമ്മങ്ങളിൽ ഒന്നല്ലാത്തത്? ചോദ്യം ശരിക്കും വായിക്കണം. എന്താണ് ചോദ്യം? താഴെ പറയുന്ന 4 ഓപ്ഷൻ്റെ അകത്ത് ഏതാണ് അസ്ഥികളുടെ പ്രധാന ധർമ്മങ്ങളിൽ ഒന്നല്ലാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, ദഹനം എളുപ്പമാക്കുക. അസ്ഥികളുടെ പ്രധാന ധർമ്മങ്ങളിൽ ശരീരത്തിന് താങ്ങു നൽകുക, ആന്തരിക അവയവങ്ങളെ സംരക്ഷിക്കുക. ഉദാഹരണത്തിന് വാരിയെല്ലുകള് ഹൃദയത്തെയും ശ്വാസകോശത്തെയും സംരക്ഷിക്കുന്നു. രക്തകോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുക അസ്ഥിമജ്ജയിൽ വെച്ച് എന്നിവ ഉൾപ്പെടുന്നു. ദഹനം നടക്കുന്നത് ദഹനനാളത്തിലാണ്. അപ്പോൾ ഏതാണ് അസ്ഥികളുടെ പ്രധാന ധർമ്മങ്ങളിൽ ഒന്നല്ലാത്തത്? ദഹനം എളുപ്പമാക്കുക എന്നുള്ളതാണ് പ്രധാന ധർമ്മങ്ങളിൽ ഒന്നല്ലാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്തരത്തിന് പറയുന്ന പേരെന്താണ്? ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്തരത്തിന് പറയുന്ന പേരെന്താണ്? 4 ഓപ്ഷൻസ് താഴെ തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏതാണ് ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്തരത്തിന് പറയുന്ന പേര്? എന്താണ്? കണ്ടുപിടിച്ചോ? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, പ്ലൂറ. ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്തരമാണ് എന്ത്? പ്ലൂറ. ഈ സ്തരങ്ങൾക്കിടയിലുള്ള ദ്രാവകം ശ്വാസം എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഘർഷണം കുറയ്ക്കാൻ സഹായിക്കുന്നു. പെരിക്കാർഡിയം ഹൃദയത്തെ പൊതിയുന്ന സ്ഥലമാണ്. പെരിട്ടോണിയം ഉദരാശയത്തെ പൊതിയുന്ന സ്ഥലമാണ്. മെനിഞ്ചസ് തലച്ചോറിനെയും സുഷ്മ്നാനാഡിയെയും പൊതിയുന്ന സ്ഥലമാണ്. അപ്പോൾ ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്ഥലത്തിന് പറയുന്ന പേരാണ് പ്ലൂറ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.